മീഷോയിൽ പേ ലേറ്റർ ഓപ്ഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ആക്ടിവേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് ചെയ്തു നോക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കുർത്തി ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ വില 400 സംതിങ് ആയിരുന്നു. എൻ്റെ ലിമിറ്റ് ആണെങ്കിൽ 500 അപ്പോൾ ഞാൻ പേ ലേറ്റർ വെച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് യൂട്യൂബിൽ കയറിയിട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന്. നോക്കിയപ്പോൾ ഒറ്റ മലയാളം വീഡിയോ ഇല്ല, കുറേ ഹിന്ദി വീഡിയോസാണ്. ഇനി ആ വീഡിയോസ് പോയി നോക്കിയപ്പോഴോ കുറേ പേർക്ക് ഈ ബില്ല് വന്നിട്ട് ബില്ലിൻ്റെ എമൗണ്ട് പേ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഫേക്കാണ്, ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അതോടെ എൻ്റെ സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ട് അതേപോലെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ഇതിനകത്ത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കണില്ല. അതായത് നമ്മൾ EMI ആയിട്ട് എടുത്തേക്കണതാണല്ലോ, ഈ EMI തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ കാണിക്കണില്ല. നമ്മുടെ മുകളിൽ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും, അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ടാണ് കാണിക്കണത്. പിന്നെ ഞാൻ അവർ അയച്ചു തന്ന EMIയുടെ ആ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആശ്വാസം. ഈ EMI എമൗണ്ട് നമുക്ക് അപ്രൂവൽ ആവാൻ 3 ദിവസം എടുക്കും. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഞാൻ. ഏതായാലും ഇതുവരെ എനിക്ക് അത് എമൗണ്ട് തിരിച്ചടക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. ഇതിനി 2026 എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പണിയാവുമെന്ന് കണ്ട് തന്നെ അറിയണം. ആരെങ്കിലും അപ്പോൾ മീഷോ പേ ലേറ്റർ ഉപയോഗിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന്